സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന വെർഷിന എന്ന ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലകൾ നിറഞ്ഞ ഈ ഗ്രാമത്തിൽ പോളിഷ് വംശജരാണ് താമസിക്കുന്നത്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള പ്രദേശത്ത് ഇവർ വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. 62 വർഷത്തോളം ഇവിടെ ദിവ്യബലി അർപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. 1915 ഇവിടേക്കെത്തിയ പോളിഷ് കുടിയേറ്റക്കാർ പണി കഴിച്ച സെൻറ്റ് സ്റ്റാനിസ്ലാവ ദേവാലയം 1929 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പൊളിക്കാൻ തീരുമാനമെടുത്തു. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ നീക്കം ഉപേക്ഷിച്ചു. ഒടുവിൽ ബോൾഷെവിക്കുകൾ ഈ ദേവാലയം നശിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നുപോയ ഇവിടം ഇപ്പോൾ അവിശ്വാസികളുടെ പിടിയിലല്ല. ഏതാണ്ട് 62 വർഷത്തോളമായി ദിവ്യബലിയോ ആരാധനയോ ഇല്ലാതിരുന്നിട്ടും ഇവിടെ വിശ്വാസികളാൽ സമ്പന്നമാണ്. അവർ ഈ സാഹചര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുകയും സ്വയം പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്കന്ന് ദൈവം ഉത്തരം നൽകി. 62 വർഷങ്ങൾക്ക് ശേഷം 1992 ഇവിടെ ഫാദർ തിയഡോഷ്യസ് പിക്കു എന്ന വൈദികൻ ഗ്രാമത്തിലെ ആത്മീയ ശുശ്രൂഷകൾക്കായി എത്തി. റഷ്യയിലെ കമ്മ്യൂണിസം തകർന്നടിഞ്ഞ ശേഷമാണ് ഗ്രാമത്തിലെ ഇടവക പുനർജനിച്ചത്. 1992 ഡിസംബർ 19 പുനഃസ്ഥാപിക്കപ്പെട്ട പള്ളിയിൽ ബിഷപ്പ് ജോസഫ് വെർത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തിരുന്നതായി നിലവിലിവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ലിബിൻസ്കി വെളിപ്പെടുത്തി. അങ്ങനെ അപ്പത്തിലും വീഞ്ഞിലൂടെയും എഴുന്നള്ളി വരുന്ന യേശു വർഷങ്ങൾക്ക് ശേഷം വെർഷനിലെ വിശ്വാസികളിലേക്ക് മടങ്ങിയെത്തി. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ലിബിൻസ്കി ഒരു പ്രായമുള്ള ആളായിരുന്നിട്ടും ഇവിടുത്തെ വിശ്വാസികൾക്കായി ഒരു യുവാവിനെ പോലെ നിലകൊള്ളുന്നുണ്ട് എന്നതാണ് വാസ്തവം.